നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാര് വീട്ടമ്മമാരാണ്. അതിൽ കൂടുതലും സ്വന്തമായിട്ട് PSC പഠിക്കുന്ന വീട്ടമ്മമാരാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരൊക്കെയുണ്ട് സ്വന്തമായിട്ട് ഒരു കോച്ചിങ്ങും ഇല്ലാതെ, ആരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് PSC പഠിക്കുന്ന വീട്ടമ്മമാർ എത്ര പേരുണ്ട്? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഏത് രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് മുൻനിരയിൽ എത്താൻ പറ്റും? ഒരു വീട്ടമ്മ ആയിരുന്നിരിക്കെ ഇങ്ങനത്തെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ പ്രയോഗിച്ച് തന്നെ പഠിച്ച് ഉന്നത റാങ്കിലെത്തി സർക്കാർ ജോലി നേടിയ വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ PDF എന്ന് കമന്റ് ചെയ്താൽ മതി. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ വീട്ടമ്മമാർക്കുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണ്? അവർ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം സമയം ഇല്ല എന്നതാണ്. അതായത് രാവിലെ എഴുന്നേക്കണം, കുട്ടികളെ സ്കൂളിൽ വിടണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറന്ന സമയമാണ്. അപ്പൊ കുട്ടികളെ സ്കൂളിൽ വിടണം, ഭർത്താവിന് പോകണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിനിടയ്ക്ക് സ്വന്തമായിട്ട് എങ്ങനെ സമയം കണ്ടെത്തും? സാധാരണ PSC ഉദ്യോഗാർത്ഥികൾ 10-12 മണിക്കൂറൊക്കെ പഠിക്കുന്നത് പോലെ ഇരുന്ന് പഠിക്കാനുള്ള സമയം വീട്ടമ്മമാർക്ക് സാധാരണഗതിയിൽ കിട്ടാറില്ല. അപ്പൊ എങ്ങനെയാണ് ഇവരെയൊക്കെ മറികടന്ന് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലേക്ക് എത്താൻ പറ്റുന്നത്? ഇതൊക്കെ ഒരുപാട് ചിന്തകൾ പുസ്തകം പഠിക്കാൻ എടുക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ ഇതൊക്കെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? പുസ്തകം മടക്കി വെച്ചിട്ട് അവരുടെ ജോലി നോക്കി പോകും. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജോലി നോക്കി അങ്ങ് പോവുകയാണ് സാധാരണ വീട്ടമ്മമാര് ചെയ്യാറുള്ളത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ച് എന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് എന്റെ പൊട്ടൻഷ്യൽ ഇതാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരുന്ന ആൾക്കാർക്ക് ജോലി വാങ്ങാൻ പറ്റും. അപ്പൊ നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ മനസ്സിൽ നിന്നും പാടെ ഒഴിവാക്കുക. എങ്ങനെ നെഗറ്റീവ് ചിന്ത ഒഴിവാക്കാം അതിനെ പറ്റിയുള്ള വീഡിയോ അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. സമയം കണ്ടെത്താനുള്ള കുറച്ച് സ്മാർട്ട് വഴികളാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കായിട്ട് സമയം, ഞാൻ ഈ സമയത്തിരുന്ന് പഠിക്കും, ആ സമയത്തിരുന്നേ ഞാൻ പഠിക്കൂ, അങ്ങനെ ഒരു വാശി പാടില്ല. നിങ്ങൾ എവിടെയാണോ, ഇപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റു, ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങി, കുട്ടികളൊക്കെ പോയി എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള സമയം നിങ്ങൾ പഠിക്കാൻ എടുത്താലും കുഴപ്പമില്ല. അതിന് മുന്നേ സമയം കണ്ടെത്തിയാൽ അത്രയും നല്ലത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിലെ മറ്റു ജോലികളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിന്റെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സോ അല്ലെങ്കിൽ ആപ്പിലെ ക്ലാസ്സോ ഒക്കെ ഫോണിൽ ഓൺ ആക്കി വെച്ച് കേൾക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വേറെ ആരുടെയെങ്കിലും ക്ലാസ്സുകളാവട്ടെ, ആ സമയത്ത് ഓൺ ആക്കി വെച്ച് കേൾക്കാൻ പറ്റുമോ? റാൻഡം ആയിട്ട് കുറെ ക്ലാസ്സുകൾ കേൾക്കണ്ട. നിങ്ങൾ ഇന്ന് ഈ ഒരു ടോപ്പിക് ഞാൻ പഠിക്കും എന്ന് മനസ്സിൽ കരുതുക. ഇപ്പൊ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഒരു ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുക, അതിന്റെ ഓഡിയോ ക്ലാസ്സുകൾ അല്ലെങ്കിൽ യൂട്യൂബിലെ ക്ലാസ് അല്ലെങ്കിൽ ഹർഷിത എജ്യൂടെക് ആപ്പിലെ ക്ലാസ് കേട്ട് പഠിക്കുക. അപ്പൊ നിങ്ങളുടെ ജോലി ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെ ഓരോരോ ടോപ്പിക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എവിടെന്നെങ്കിലും കുറെ ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്നതിനേക്കാളും സിലബസ് എടുത്ത് വെച്ച്, നിങ്ങളിപ്പം LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ LGS എന്നുമാവട്ടെ, ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ സിലബസ് കൃത്യമായിട്ട് അറിഞ്ഞ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പലരും ചെയ്യാത്ത കാര്യമാണ്. ഏതെങ്കിലും ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ ആ ടോപ്പിക് ഞാനിന്ന് പഠിക്കും. ആ ടോപ്പിക് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കാണോ, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത് പഠിക്കണോ, അതൊന്നും ചിന്തയില്ല. ഞാനൊരു ടോപ്പിക് ഉണ്ട്, ഇത് ഞാൻ ഇന്ന് പഠിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ മെറ്റീരിയൽസ് കിട്ടിയ ഇത് ഞാൻ ഇന്ന് പഠിച്ചേക്കാം. അങ്ങനെയല്ല. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷയ്ക്ക് ആ ടോപ്പിക് ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യുക? സിലബസ് നന്നായിട്ട് അറിയുക. സിലബസ് എപ്പോഴും ഇതുപോലെ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ മേശപ്പുറത്ത് എപ്പോഴും വേണം. ഞാൻ എല്ലാ പരീക്ഷയുടെയും സിലബസ് ഇതുപോലെ ഞാൻ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആപ്പിലെ മിക്ക ബാച്ചുകളും LGS മുതൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് വരെയുള്ള ബാച്ചുകൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ പരീക്ഷയുടെയും സിലബസ് ഞാൻ ഇതുപോലെ പ്രിന്റ് എടുത്ത് വെക്കാറുണ്ട്. അപ്പൊ നിങ്ങളും ഇതുപോലെ ചെയ്യുക. നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പൊ LDC ആണോ LGS ആണോ, ഏത് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ആ പരീക്ഷയുടെ സിലബസ് ഇതുപോലെ പ്രിന്റ് എടുത്ത് വെക്കണം. ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ട് മാത്രമേ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഈ പരീക്ഷയ്ക്ക് വേണ്ടാത്ത കാര്യം
നിങ്ങൾ ഇല്ലാത്ത സമയം കണ്ടെത്തി പഠിക്കുന്ന ആൾക്കാരാ. അപ്പോ വേണ്ടാത്ത കാര്യം എടുത്ത് വെച്ച് പഠിച്ചു, പിന്നെ സിലബസ് നോക്കുമ്പോൾ അയ്യോ അതെനിക്ക് വേണ്ടായിരുന്നില്ല, വെറുതെ സമയം കളഞ്ഞു, അങ്ങനെ ഒരു റിഗ്രറ്റ് പാടില്ല. അപ്പൊ സിലബസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി സിലബസിൽ എന്തൊക്കെയുണ്ട്, സിലബസ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കറക്റ്റ് ആയിട്ട് സിലബസ് എന്തായാലും നിങ്ങൾ തീർക്കണം. സിലബസ് എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ. സിലബസിന് പുറത്തുള്ള കാര്യങ്ങൾ പഠിക്കുന്നേക്കാളും സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിന്ന് നന്നായിട്ട് പഠിക്കുക. കുറച്ച് ടിപ്സ്, ഇതെങ്ങനെ സിലബസ് എങ്ങനെ തീർക്കാന്നുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാം. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞാൽ മതി. സിലബസ്, ഒരു പരീക്ഷയുടെ സിലബസ് എങ്ങനെ പ്രോ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ രാവിലെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തുണി അലക്കുന്ന സമയത്തോ ഇതുപോലുള്ള നിങ്ങളുടെ സമയം, ജോലിക്കിടയിലുള്ള സമയങ്ങള് നിങ്ങൾക്ക് വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ക്ലാസ്സുകൾ കേട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾ അറിയാതെ തന്നെ 1-2 ടോപ്പിക്കുകൾ നിങ്ങൾ ഈ ജോലി ചെയ്ത് കഴിയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളും ഫിനിഷ് ചെയ്യും. അപ്പം സമയം ആരും തരത്തില്ല, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് സമയം ആരും തരത്തില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ തന്നെ കണ്ടെത്തണം. പിന്നെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ തരാൻ പറ്റും. അതിന് ഹർഷിതം എജുടെക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ LDC പുതിയ ബാച്ച് 2026 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വരാനിരിക്കുന്ന കാര്യം അറിയാവോ? LDCയും LGSും 3 വർഷത്തിൽ ഒരിക്കൽ വിളിക്കാനിരിക്കുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇതാ നിങ്ങളെ ഈ വർഷം കാത്തിരിക്കുന്നു. നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കേണ്ട കാര്യം ഇല്ല. നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കണം. പരീക്ഷ ഏത് സമയത്ത് വന്നാലും എഴുതാൻ റെഡി ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഇപ്പോ ഈ മൊമെന്റിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ, പഠിച്ചു തുടങ്ങിക്കോളൂ. നമ്മുടെ LDC പുതിയ ബാച്ചിലേക്ക് ഒരു 50 സീറ്റും കൂടി അവൈലബിൾ ആണ്, ഫിൽ ആയിക്കൊണ്ടിരിക്കുന്നു. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. പ്രത്യേകിച്ച് ഈ ബാച്ച് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വീട്ടമ്മമാര്, പിന്നെ ജോലിക്ക് പോയി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികള്, ബിഗിനേഴ്സ്, സ്റ്റുഡൻസ്, പഠനത്തിൽ ഗ്യാപ്പ് വന്ന ആൾക്കാർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകളോടൊപ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട്സ് ഉൾപ്പെടെയാണ് LDCയുടെ ബാച്ച് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്, അതുപോലെ കറണ്ട് അഫയേഴ്സ്, പുതിയ CRT, പഴയ CRT, NCRT എല്ലാം ഉണ്ടായിരിക്കും. അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പറും കൂടി ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തേക്കാം. അവരെ വാട്സ്ആപ്പ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങളുടെ ഗോൾഡൻ അവർ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് എപ്പോഴും കേട്ടുപഠിത്തം മാത്രം പാടില്ല, നിങ്ങൾ വായിച്ചും കൂടി പഠിക്കണം. അതായത് ഇപ്പൊ നിങ്ങൾ തയ്യാറാക്കി വെച്ച ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലോ വായിച്ചും കൂടി പഠിക്കണം. അതിന്റെ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി പഠിക്കണം എന്നുള്ളത് അതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ഗോൾഡൻ അവർ ആണ്. ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ എനിക്കും ഉണ്ട് 1.5 വയസ്സായ കുട്ടി. അപ്പൊ ഞാനും അതിന്റെ ഇടയ്ക്കൊക്കെയാണ് എല്ലായിടത്തും ഓടിയെത്തി എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, നമ്മുടെ ബാച്ചിലെ എല്ലാ ബാച്ചിനും ഇന്ന് പരീക്ഷയുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ സെറ്റാണ്. ഞാൻ ഞായറാഴ്ച വരെ കാത്തിരിക്കത്തില്ല. ഈ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ആക്കി വെക്കുക. അല്ലാതെ അവസാന നിമിഷം ഓടുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് റിലാക്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഓരോ മണിക്കൂറും ഭയങ്കര വിലപ്പെട്ടതാണ്, ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഓരോന്നിനും സമയം നിങ്ങൾ മാറ്റിവെക്കുക. എല്ലാം കൂടി മല പോലെ ചെയ്യാതെ ചെറിയ 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 ഘടകങ്ങളാക്കി, അല്ലെങ്കിൽ എന്താ പറയുക, മൈക്രോ ആയിട്ട് ഓരോരോ വർക്ക്സ് ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങളുടെ ഗോൾഡൻ അവർ എങ്ങനെ കണ്ടെത്താം? രാവിലെ കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുൻപുള്ള കുറച്ച് സമയം, 1-1.5 മണിക്കൂർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. കുട്ടികൾ വീട്ടിലുള്ള സമയത്ത് അവർ ഉറങ്ങുന്ന സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുന്ന സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇതൊക്കെയാണ് നിങ്ങളുടെ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ അവേഴ്സിൽ നിങ്ങൾ വായിച്ചു പഠിക്കാൻ വേണ്ടി തന്നെ എടുക്കുക. രാവിലത്തെ സമയം ബെസ്റ്റ് ടൈമാണ്. ആരെയും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരത്തില്ല. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ടൈം, മനസ്സിൽ വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള ടൈം, അത് നിങ്ങളുടെ ബെസ്റ്റ് ഗോൾഡൻ അവർ ആണ്. അപ്പൊ നിങ്ങളുടെ ഗോൾഡൻ അവർ കണ്ടെത്തി എന്ത് ചെയ്യുക, ഈ ഓഡിയോ കേട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ പുസ്തകം തുറന്നു വെച്ച് പഠിക്കാൻ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഗോൾഡൻ അവർ ആയിട്ട് കണ്ടെത്തുക. ഈ ഒരു 2 മണിക്കൂർ എന്ന് പറയുന്നത് തികച്ചും ഗോൾഡൻ അവർ ആക്കി മാറ്റുമല്ലോ. സെറ്റ് അല്ലേ? ഇനി അടുത്തയിലേക്ക് പോകാം. സ്മാർട്ട് വർക്ക് ആണ് പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിലബസ് ഓറിയന്റഡ് ആയിട്ട്
പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സിലബസ് എപ്പോഴും പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. ഒരു പോർഷൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചരിത്രത്തില് കേരള ചരിത്രം നിങ്ങൾ യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന ആ ടോപ്പിക് തീർത്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും പഠിക്കാൻ വേണ്ടി നോക്കുക. ആ ഒരു രീതി കിഡിലം മെത്തേഡ്, കിഡിലം മെത്തേഡ് കൂടെ SCERT കൂടെ പഠിക്കാൻ നോക്കിയ ബെസ്റ്റ്. 100% നിങ്ങൾ ആ ടോപ്പിക്ക് തീർന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് PSC മുൻവർഷം എന്തൊക്കെ ചോദിച്ചു, SCERT ആ ഒരു പോർഷനായിട്ട് ഇപ്പൊ യൂറോപ്യന്മാരുടെ വരവ് സംഭാവന അവരുടെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെ അത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ആ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി സിലബസിലെ ഓരോ ടോപ്പിക്കും പഠിക്കുക. അത് മാത്രം ആ സമയത്ത് പഠിക്കുക, വേറെ ഒന്നും പഠിക്കരുത്. അതിനുശേഷം ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മുൻവർഷ ചോദ്യം വർക്കൗട്ട് ചെയ്യുക. അപ്പൊ അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അതാണ് സ്മാർട്ട് വർക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറന്നു പോകരുത്. ഇനി റിവിഷനും കൃത്യതയും പലരും ചെയ്യാത്ത കാര്യം. പുതിയ പുതിയ കാര്യങ്ങൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കാനായിരിക്കും മിക്ക ആൾക്കാർക്കും ഇഷ്ടം. അങ്ങനെയല്ല. ഇപ്പൊ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് സമയം കിട്ടത്തുള്ളൂ. അപ്പൊ തിങ്കൾ മുതൽ ശനി വരെ അല്ലെങ്കിൽ വെള്ളി വരെ, ഇപ്പൊ ശനിയും കൂടെ ഞാൻ എടുക്കുക, തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച കൃത്യമായിട്ട് റിവിഷൻ അടിക്കുക. ഞായറാഴ്ച ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി കൂടി നോക്കുക, മോക്ക് ടെസ്റ്റും കൂടി എഴുതാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇന്ന് പഠിച്ചത് നാളെ അടുക്കളയിലെ തിരക്കുകളിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും മറന്നുപോകും. അത് ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? റിവിഷൻ, റിവിഷൻ, റിവിഷൻ. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന കാര്യമാണ് റിവിഷൻ, റിവിഷൻ, റിവിഷൻ. എക്സാം, എക്സാം, എക്സാം. പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഒരു ട്യൂണിങ്, മനസ്സിന് എപ്പോഴും അല്ലെങ്കിൽ തലച്ചോറിന് എപ്പോഴും ഒന്ന് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക. പഠിച്ച കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഇല്ലാതെ അത് പെർഫോം ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോ അവസാനമായിട്ട് ഈ വീഡിയോയുടെ അവസാനം ഒരു കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരു വീട്ടമ്മയ്ക്ക് ഒരു ജോലി കിട്ടുമ്പോൾ അത് ആ ഒരു വ്യക്തിയുടെ മാത്രം വിജയമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ കുടുംബത്തിന്റെ മുഴുവൻ വിജയമാണ്. വരും തലമുറയ്ക്കുള്ള ഒരു വലിയ മാതൃകയാണ്. നിങ്ങൾ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നു, നിങ്ങളുടെ കയ്യിൽ ഒരു 10 പൈസ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു അത്താണിയാവുകയാണ് നിങ്ങൾ അവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു മാതൃകയാവുകയാണ്. അപ്പൊ നിങ്ങൾ മടിയനോ മടിച്ചിയോ ആയാൽ നിങ്ങളെ കണ്ട് വളരുന്ന കുട്ടി അതുപോലെ ആകാം. അതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും മാതൃകയാവാൻ വേണ്ടി ശ്രമിക്കുക. സ്വയം അവർക്കൊരു റോൾ മോഡൽ ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, പ്രതിസന്ധികൾ ഒരുപാടുണ്ടാകും, കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. നീ എപ്പോഴും പഠിക്കുകയാണോ, വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കാൻ ഒരുപാട് പേരുണ്ടാവും. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യം കേട്ട് അന്ന് ബുക്ക് അടച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നേനെ, അല്ലെങ്കിൽ ഇന്നും എനിക്ക് നേടാൻ പറ്റാത്ത സ്വപ്നം ഓർത്ത് ഞാൻ റിഗ്രറ്റ് അടിച്ചുകൊണ്ടിരുന്നേനെ. പക്ഷെ ഇന്ന് എനിക്ക് ആ ഒരു അവസ്ഥയില്ല. ഇന്ന് എനിക്ക് എല്ലാവരോടും പറയാൻ, 4 ആൾക്കാരോട് പറയാൻ ഒരു സർക്കാർ ജോലിയുണ്ട്. എല്ലാവരുടെയും മുന്നിൽ തലയുയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ ജോലിയുണ്ട്, സ്വന്തമായിട്ട് വരുമാനമുണ്ട്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അങ്ങനെയും നിങ്ങൾ ആവണം. നിങ്ങൾ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ, പോസിറ്റീവ് തിങ്കിങ് മാത്രമേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ പക്ഷെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് പോകരുത്. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എന്ത് കാര്യത്തിനും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവരോട് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഒരു പിന്തുണയായിട്ട്, ഒരു വഴികാട്ടിയായിട്ട് ഹർഷിതം എജുടെക്കും ഞാനും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. LGS മുതൽ ഡിഗ്രി ലെവൽ, പ്രിലിംസ് ആൻഡ് മെയിൻസ് വരെയുള്ള കോച്ചിങ് അവൈലബിൾ ആണ്. +2 ലെവൽ എല്ലാ യൂണിഫോം ബാച്ചും അവൈലബിൾ ആണ്. ഫസ്റ്റ് കമന്റിൽ ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.